ഡു യു മൈൻഡ്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ അല്ലെ. ഡു യു മൈൻഡ് അല്ലെങ്കിൽ പ്ലീസ് എന്നുള്ള മീനിങ്ങിൽ ഡു യു മൈൻഡിനു ശേഷം വെർബിന്റെ ING ഫോം വേണം ഉപയോഗിക്കേണ്ടത്. ഡു യു മൈൻഡിനു ശേഷം വെർബിന്റെ ING ഫോം ഉപയോഗിക്കുന്നു. ഡു യു മൈൻഡ് ഡാഷ് മീ യുവർ ബൈക്ക് അല്ലെ. നിങ്ങൾക്കൊന്നും തോന്നുകയില്ലേ, നിങ്ങളുടെ ബൈക്ക് ഒന്ന് തരാമോ എന്ന് ചോദിക്കുകയാണ് അല്ലെ. നമ്മളിവിടെ പഠിച്ചു ഡു യു മൈൻഡിനു ശേഷം വെർബിന്റെ ING ഫോം വേണം ഉപയോഗിക്കേണ്ടത്. ഗീവ് എന്ന പദം ഉപയോഗിക്കുന്നു അല്ലെ. ഇവിടെ ഗീവ് ഉണ്ട്, ഗീവിംഗ് ഉണ്ട്, ഗീവൺ ഉണ്ട്, ഗേവ് ഉണ്ട് അല്ലെ. വിൽ ഗീവ് ഉണ്ട്. ഈ 4 ഓപ്ഷൻ നമ്മുടെ മുന്നേ ഉണ്ട് അല്ലെ. ഇതിൽ ഏത് വരും? കൺഫ്യൂഷൻ ആണ്. ഡു യു മൈൻഡ് ഗീവ് മീ യുവർ ബൈക്ക്, ഡു യു മൈൻഡ് ഗിവിംഗ് യുവർ ബൈക്ക്, എല്ലാം നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നു അല്ലെ. ഇവിടെ പരീക്ഷയ്ക്ക് ഒന്നേ ആലോചിക്കേണ്ടതുള്ളൂ, ഡു യു മൈൻഡിന് ശേഷം ING ഫോം ആണ് വരുന്നതെന്ന് ഓർക്കുമ്പോൾ വേറെ ഒന്നും ആലോചിക്കാനില്ല. ഗീവിംഗ് എന്നതാണ് ശരി ഉത്തരം എന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ ഡു യു മൈൻഡിന് ശേഷം ING ഫോം ഉപയോഗിക്കുന്നു. അതുപോലെ മറ്റൊരു ഫ്രൈസ് വുഡ് യു മൈൻഡ്. എന്താണ് വ്യത്യാസം? ഇവിടെ ഡു യു മൈൻഡ്, ഇവിടെ വുഡ് യു മൈൻഡ് അല്ലെ. വുഡ് യു മൈൻഡിനു ശേഷവും ING ഫോം തന്നെ ഉപയോഗിക്കുന്നു. വുഡ് യു മൈൻഡിനു ശേഷവും ING ഫോം തന്നെ ഉപയോഗിക്കുന്നു അല്ലെ. ഇനി അതിൽ സംശയമില്ല, ഡു യു മൈൻഡിനു ശേഷവും വുഡ് യു മൈൻഡിനു ശേഷവും ING ഫോമുകൾ ഉപയോഗിക്കുന്നു അല്ലെ. ഇനി ഇതിൽ സംശയമില്ലല്ലോ. എക്സാമ്പിളിലേക്ക് പോവാം. വുഡ് യു മൈൻഡ് ഡാഷ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. വാക്സ് വിത്ത് മീ, വാക്ക് വിത്ത് മീ, വാക്ക്ഡ് വിത്ത് മീ, വാക്കിംഗ് വിത്ത് മീ അല്ലേ. ഇതിൽ ING ഫോം എവിടെയാണ് വരുന്നത്? ഡി ഓപ്ഷൻ ആയ വാക്കിംഗ് വിത്ത് മീയിലല്ലേ. സോ ഡി ഓപ്ഷൻ ആണ് ഇതിലേക്കുള്ള ഉത്തരം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ എളുപ്പം മനസ്സിലാക്കാം. സോ ഡു യു മൈൻഡിന്റെ കൂടെയും വുഡ് യു മൈൻഡിന്റെ കൂടെയും ING ഫോമുകൾ ഉപയോഗിക്കുന്നു. For more classes, download PSCtalks.